നമസ്കാരം. ബെയ്ജിംഗ്, ധാക്ക, ഇസ്ലാമാബാദ് അച്ചുതണ്ട് രൂപപ്പെടുകയാണോ? ഒരു ചോദ്യമാണ്. ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുകയാണോ? ഈ ചോദ്യം പലരുടെയും നാവിൻ തുമ്പിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകളാണ്. വളരെ സ്തോഭജനകമായ ചില റിപ്പോർട്ടുകളാണ്. ബംഗ്ലാദേശ് നന്ദിയില്ലാത്ത രാജ്യമായി ചിലപ്പോൾ പെരുമാറുന്നുണ്ടോ എന്ന് ഓരോ ഭാരതീയനും ചിന്തിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്കറിയാമല്ലോ, ബംഗ്ലാദേശിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ ഭാരതത്തിൻ്റെ കരങ്ങളാണ്. ഭാരതം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ പീഡനത്തിൽ നിന്നും രക്ഷ നേടി ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രാപിച്ച് അവരുടെ ദേശീയതയും ഐക്യവും നിലനിർത്താൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ ഒരൊറ്റ ഇടപെടലാണ് 1971. ഇതെല്ലാം മറന്നുകൊണ്ട് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ നയിക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ അടുത്തയാളായ ഫസലുർ റഹ്മാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില പ്രസ്താവനകളെ ഈ തരുണത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇനി ആദ്യം ഫസലുർ റഹ്മാന്റെ പ്രസ്താവനയിലേക്ക് പോകാം. ഫസലുർ റഹ്മാൻ ആരാണ്? അദ്ദേഹം മുൻ സൈനികനാണ്. ബംഗ്ലാദേശ് റൈഫിൾസിന്റെ ഫോർമർ മേജർ ജനറലാണ്. അപ്പൊ ചില്ലറക്കാരനല്ല. അത് മാത്രമല്ല, നിലവിൽ നാഷണൽ ഇൻഡിപെൻഡൻസ് കമ്മീഷൻ ചെയർപേഴ്സണുമാണ് ഫസലുർ റഹ്മാൻ. കൃത്യമായി പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് എന്നല്ലേ പറയൂ. അദ്ദേഹത്തിന് തസ്തികയില്ലല്ലോ. മുഹമ്മദ് യൂനസ്, ഉപദേഷ്ടാവ് അല്ലെ, ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ഉപദേഷ്ടാവ്. അദ്ദേഹമാണ് ഡിഫാക്ടോ ആള് എന്ന് വേണമെങ്കിൽ പറയാം. മുഹമ്മദ് യൂനിസിന്റെ ഇഷ്ടക്കാരൻ കൂടിയായ ഫസലുർ റഹ്മാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ തക്കം നോക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന് പോകുന്ന അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം. ഒന്ന് ആലോചിച്ചേ. ബംഗ്ലാദേശിന്റെ ഒരു മോഹമേ, ബംഗ്ലാദേശിന് മുൻ സൈനികന്റെ ഒരു മോഹമേ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 സിസ്റ്റേഴ്സ്, ആസാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഇങ്ങനെയുള്ള മിസോറാം, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അങ്ങ് പിടിച്ചെടുക്കണം. നമുക്കറിയാം, ഒരു ചിക്കൻ നെക്കുണ്ട്. ഇന്ത്യയുടെ ബംഗാൾ പ്രദേശത്ത് നിന്ന് സിലിഗുരി പാസിലൂടി കടന്ന് ഒരു കേവലം 22 കിലോമീറ്റർ ഒക്കെ ഈ വീതിയുള്ള ഒരു ചെറിയ പാസേജാണ്. അതിലൂടെ കടന്നു വേണം ബംഗ്ലാദേശിനെ ചുറ്റി വേണം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്ക് എത്താൻ. പക്ഷെ ചൈനയുടെ സഹായമുണ്ടെങ്കിൽ ആ ചിക്കൻ നെക്ക് മുറിക്കാൻ സാധിക്കും എന്ന തിയറി കുറെ കാലമായി ബംഗ്ലാദേശിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പാരലൽ തിയറി ഇന്ത്യയിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ചിക്കൻ നെക്കിന്റെ വീതി കൂട്ടുക, അങ്ങനെ ഈ ചില അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിക്കൻ നെക്കിന്റെ വീതി കൂട്ടി ആ പ്രദേശത്തെ കുറച്ച് സുരക്ഷിതമാക്കുക എന്ന ഒരു ചിന്ത ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇല്ല എന്നല്ല. അത് മാത്രമല്ല, ഈ ബർമയിൽ ഉരുത്തിരിയുന്ന ചേഞ്ചസ് അത് മുതലാക്കിക്കൊണ്ട് റഖൈൻ പ്രൊവിൻസിൽ നിന്നും ബംഗ്ലാദേശിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് ബംഗ്ലാദേശിന്റെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് കടിഞ്ഞാണിടാം എന്ന തിയറി ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. കുറച്ചൊക്കെ അത് മുന്നോട്ട് പോകുന്നുമുണ്ട്. മുൻ വീഡിയോകളിൽ പലതും ഞാൻ സൂചിപ്പിച്ച കാര്യവുമാണ്. അതല്ല ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ബംഗ്ലാദേശിന്റെ ഈ ഒരു നേതാവ്, അതായത് ഫസലുർ റഹ്മാൻ നടത്തിയ പ്രസ്താവനയും അതിന് മുൻപ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ നേതാവ്, അതായത് മുഹമ്മദ് യൂനിസ് നടത്തിയ മറ്റൊരു പ്രസ്താവനയും, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്ര സാമീപ്യമില്ല. അവർക്ക് സമുദ്ര സാമീപ്യം ഉണ്ടാകണമെങ്കിൽ ആശ്രയിക്കാവുന്നത് ബംഗ്ലാദേശാണ്. അപ്പൊ ചൈനയിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ബംഗ്ലാദേശിലേക്ക് ആക്സസ് ലഭിക്കാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ശ്രമിക്കേണ്ടി വരും എന്ന് ഒഴുക്കം മട്ടിലുള്ള പ്രസ്താവനയാണ്. ഒന്നും കാണാതെയല്ല. ഇത് കൃത്യമായ ഒരു ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു ബംഗ്ലാദേശിന്റെ വാർണിംഗ് ആണ്. അപ്പൊ ചൈന നമുക്കറിയാം ബംഗ്ലാദേശിൽ കുറച്ചു കാലമായി ഹൈപ്പർ ആക്റ്റീവാണ്. തുറമുഖങ്ങളുടെ വികസനത്തിനുൾപ്പെടെ ബംഗ്ലാദേശിന് പണം നൽകുന്നത് ചൈനയാണ്. ചൈന പാകിസ്ഥാനെ കടക്കണിയിലാക്കിയതുപോലെ ബംഗ്ലാദേശിലെയും കടക്കണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ആഭ്യന്തരമായ ചേഞ്ച് ഉണ്ടായി, വലിയ ചേഞ്ചാണ് ഉണ്ടായത്. അതായത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഒരു ഭരണകൂടം അവിടെ നിലവിൽ വന്നു. ഇത് കടുത്ത ഇന്ത്യ വിരോധത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണകൂടമാണ്.
ഇന്ത്യൻ വംശജരെയും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ 8% വരുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങളെയും നിരന്തരം വേട്ടയാടുന്ന ബംഗ്ലാദേശിന്റെ ഒരു നയം. പാകിസ്ഥാൻ എക്കാലത്തും പീഡക രാജ്യമായിരുന്നു. ഇപ്പോൾ അവർ ബംഗ്ലാദേശിന് കവചമൊരുക്കുമെന്ന വ്യാമോഹത്തിൽ നിൽക്കുകയാണ് ബംഗ്ലാദേശ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പഹൽഗാമിന് ശേഷം ഉരുണ്ടുകൂടുമ്പോൾ ബംഗ്ലാദേശ് നയം വ്യക്തമാക്കുകയാണ്. ഇപ്പൊ ഈ പ്രസ്താവനയെ അവരുടെ ഫസലുർ റഹ്മാന്റെ പ്രസ്താവനയെ, അതായത് പ്രസ്താവനയല്ല, അത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വന്നതാണ്. അതിനെ മുഹമ്മദ് യൂനിസ് തുച്ഛീകരിച്ച് കണ്ടു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ബംഗ്ലാദേശിന്റെ പൊതു അഭിപ്രായമല്ല. പിന്നെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണം എന്നതൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു വെച്ചതേ ഉള്ളൂ എന്ന രീതിയിൽ മയപ്പെടുത്തി പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ ഡീസ്റ്റേബിലൈസ് ചെയ്യാനുള്ള ചൈനയുടെ പദ്ധതിക്ക് ബംഗ്ലാദേശിനെ ഇരയാക്കുകയാണോ? ചൈന ഒന്നും മിണ്ടിയിട്ടില്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച്. അവർക്ക് അരുണാചൽ പ്രദേശിന്റെ മേൽ ഒരു ക്ലെയിം ഉണ്ട്, സിക്കിമിന് മേൽ ക്ലെയിം ഉണ്ട്, അതുപോലെ ഇന്ത്യയുടെ പല പ്രദേശത്ത്, ഇന്ത്യയുടെ ലഡാക്ക് പ്രദേശത്തിന് മേൽ ക്ലെയിം ഉണ്ട്. 5 ഫിംഗേഴ്സ് പോളിസി എന്ന് ചൈന പറയുന്നത് ഇന്ത്യയുടെ ലഡാക്ക്, അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യയുടെ തന്നെ സിക്കിം, ഇന്ത്യയുടെ തന്നെ അരുണാചൽ പ്രദേശ്, ഈ 5 വിരലുകൾ ഈ ദക്ഷിണ പ്രദേശത്തെ ചൈനയിൽ നിന്നും തള്ളി നിൽക്കുകയാണ്. അതാണ് 5 ഫിംഗർ പോളിസി. അത് എക്കാലത്തും ചൈനയുടെ ഒരു നയം തന്നെയാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായി ഒരു ബഫറായി ടിബറ്റിനെ കാണുക അത് ഒരു നയമാണ്. പക്ഷേ അത് പൂർണ്ണമായും നമ്മളൊരു പൊളിറ്റിക്കൽ പോളിസിയായി നീക്കിയിട്ടില്ല. ചൈനയുടെ ആധ്യാത്മിക നേതാവ്, ടിബറ്റിന്റെ ആധ്യാത്മിക നേതാവ് ദലൈലാമയ്ക്ക് 1959 മുതൽ ഇന്ത്യ അഭയം കൊടുത്തത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അച്ചുതണ്ട് ഏത് രൂപത്തിൽ ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിക്കും എന്ന വിശകലനം. എൻ്റെ ഒരു വ്യക്തിപരമായ നിഗമനം, ചൈന ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. ഈ സ്ഥിതിഗതികൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ചൈന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2019 സർജിക്കൽ സ്ട്രൈക്ക് സമയത്ത്, പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ട് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് സമയത്ത് ന്യായമായും ചൈനയുടെ സഹകരണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു. ഒരു സഹകരണവും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചൈന ഇന്ത്യ നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തുന്നതെങ്കിൽ, ഒരു ഫുൾ സ്കെയിൽ വാർ അല്ല എങ്കിൽ ചൈന നേരിട്ട് പാകിസ്ഥാൻ സഹായത്തിന് എത്തേണ്ട കാര്യമില്ല. അത് അവിടെ അവസാനിക്കുന്നു. ചൈന ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വൈതരണി കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് ചൈന പൂർണ്ണമായി ഇന്ത്യ വിരുദ്ധമായ ഒരു ഇടപെടലിലേക്ക് നീങ്ങില്ല. തീർച്ചയായും ധാർമ്മിക പിന്തുണ പാകിസ്ഥാന് കൊടുക്കും. എക്കാലത്തും അങ്ങനെയാണ്. പലരും തമാശയ്ക്ക് പറയാറുണ്ട്, ഈ അമേരിക്കയ്ക്ക് ഇസ്രായേൽ എങ്ങനെയാണോ അതുപോലെയാണ് ചൈനയ്ക്ക് പാകിസ്ഥാൻ. പക്ഷെ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൊണ്ട് പ്രയോജനമുണ്ട്. കാരണം അമേരിക്കയുടെ ബുദ്ധികേന്ദ്രമാണ് ഇസ്രായേൽ. അമേരിക്കയുടെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബിസിനസിൻ്റെയൊക്കെ മുഴുവൻ നിയന്ത്രണം ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ കൂടിയാണ്. അമേരിക്കയുടെ ബ്രെയിൻ എന്ന് പറയുന്ന പല കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ഇസ്രായേലാണ്. പക്ഷെ പാകിസ്ഥാന് എന്ത് സഹായം ചെയ്യാൻ സാധിക്കും? ചൈനീസ് ഇക്കോണമിയെ സഹായിക്കാൻ സാധിക്കുമോ? ചൈനീസ് വ്യവസായത്തെ സഹായിക്കാൻ സാധിക്കുമോ? ചൈനീസ് ചിന്താസരണികളെ സ്വാധീനിക്കാൻ സാധിക്കുമോ? ഒന്നുമില്ല. മറിച്ച് ഇന്ത്യയെ ചെയ്യാൻ കണ്ടെയ്ൻമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രങ്ങളിൽ ഇന്ത്യയുടെ മേധാവിത്വം തടയുന്നതിന് വേണ്ടി തന്ത്രപരമായ ഒരു നീക്കം എന്ന നിലയിൽ മാത്രം ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു. ഇനി എത്രത്തോളമാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് ഒരു ബാധ്യതയാകുന്നത് എന്നുകൂടി നോക്കാതെ ചൈന ഇടപെടില്ല എന്ന് ഞാൻ പറയുന്നതിന് സ്ഥിരീകരണം ഉണ്ടാവില്ല. ഇടപെടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ആക്റ്റീവ് ഇടപെടൽ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ ഒരു ഓൾ ഔട്ട് വാർ ഇൻ സദേൺ ഏഷ്യ, അത് തീർച്ചയായും അത് ഒഴിവാക്കേണ്ട ഒന്നാണ്. പല കാരണങ്ങളാണ്. ഒന്ന്, ചൈനയുടെ ഒരു അഫ്ഗാൻ പോളിസിയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഒരു നോട്ടം, അത് റിസോഴ്സസിന് വേണ്ടിയും സ്റ്റെബിലൈസേഷന് വേണ്ടിയും ഉള്ള നോക്കം, അത് പാകിസ്ഥാനിലൂടെയാണ്. അപ്പം ചൈനയ്ക്ക് പാകിസ്ഥാൻ ആവശ്യമുണ്ട് അഫ്ഗാൻ കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന്. 2, ചൈനയുടെ ഗ്വാദാർ തുറമുഖം പാകിസ്ഥാന് വലിയ സഹായം ചെയ്തുകൊണ്ട് ചൈന വികസിപ്പിച്ചെടുക്കുന്ന തുറമുഖമാണ് ഗ്വാദാർ. ആ തുറമുഖം മുന്നോട്ട് പോകണമെങ്കിൽ, അത് മാത്രമല്ല ചൈനയുടെ ഇക്കണോമിക് കോറിഡോർ, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, അത് സുഗമമായി പോകണമെങ്കിൽ
പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ടാകണം. അത് മാത്രമല്ല വാം വാട്ടർ പോർട്സിലേക്കുള്ള ചൈനയുടെ ഒരു കടന്നുവരവ്. ചൈന സത്യം പറഞ്ഞാൽ ഈ സമുദ്രങ്ങളാൽ സമ്പന്നമാണെന്നൊന്നും പറയാനാവില്ല. കാരണം സൗത്ത് ചൈന സീയുടെ കുറച്ച് ഭാഗം മാത്രമേ ചൈനയ്ക്ക് തീരപ്രദേശമുള്ളൂ. ബാക്കി ഭാഗമൊക്കെ മറ്റ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് ഈ മലാക്ക സ്ട്രേറ്റ് ഒക്കെ കടന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ചുറ്റി വളഞ്ഞു വേണം ചൈനയുടെ ട്രേഡ് വരാൻ. പക്ഷേ പാകിസ്ഥാന്റെ ഒരു തുറമുഖം ചൈനയ്ക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ, ഒന്നുകിൽ ഇറാന്റെ തുറമുഖം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തുറമുഖം ചൈനയ്ക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്കുള്ള വ്യാപാര ബന്ധം, ഓഷ്യാനിക് ട്രേഡ്. അതുകൊണ്ടാണ് ഗ്വാദാറിനെ വലിയ പ്രധാനപ്പെട്ട കാര്യമായി ചൈന കണക്കാക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്നതിന് പാകിസ്ഥാനെ തീർച്ചയായും പാകിസ്ഥാൻ തുറമുഖങ്ങൾ ഉൾപ്പെടെ നാവിക സാന്നിധ്യത്തിലൂടെ സാധിക്കുമെന്ന ചിന്ത. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ചൈനയ്ക്ക് ഇപ്പോൾ ഇടപെടാൻ ആവില്ല. ഓൾറെഡി കൊടുത്ത സൈനിക സഹായം, സാങ്കേതിക സഹായം ഉണ്ട്, അത് ചിലപ്പോൾ തുടരും. പക്ഷെ അല്ലാതെ യുദ്ധത്തിൽ നേരിട്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി, ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് PLA, അത് കടന്നു വരാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. റീസൺ നമ്പർ 1, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 1-2 വർഷങ്ങളായി വലിയ തോതിലുള്ള പർജ് അല്ലെങ്കിൽ വെട്ടിനിരത്തലാണ് സൈന്യത്തിന്റെ ഉന്നത തലത്തിൽ നടന്നത്. അപ്പോൾ ചൈനീസ് സേനയുടെ, പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈ തലപ്പത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ബാറ്റിൽ റെഡിനെസ്, പ്രത്യേകിച്ച് ഇന്ത്യയുമായി യുദ്ധത്തിനൊക്കെ പൂർണ്ണമായ യുദ്ധത്തിന് പോകാനുള്ള ഒരു ബാറ്റിൽ റെഡിനെസ്, ശക്തി ഉണ്ടില്ലെന്നല്ല, അതും തുച്ഛീകരിച്ച് കാണാനാവില്ല. പക്ഷേ ബാറ്റിൽ റെഡിനെസ് ആൻഡ് വർത്തിനെസ് ആൻഡ് മൊറാൽ, അത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതുപോലെ ഈ പാകിസ്ഥാനെ എടുത്ത് തോളെ വെച്ചാൽ അത് ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ ഭീകരത എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യയിലേക്ക് മാത്രമല്ല, പല ഇടത്തേക്കും. ചൈന അനുഭവിക്കുന്ന ഒരു വലിയ ത്രെട്ടുണ്ട്, ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ത്രെട്ടുണ്ട്. അത് ചൈനയുടെ പടിഞ്ഞാറൻ പ്രൊവിൻസ് ആണ്. സിങ്ജിയാൻ പ്രോവിൻസിൽ വലിയ തോതിലുള്ള ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ ഭീകരത അവിടേക്ക് വ്യാപിച്ചു. ചൈന ഭീകരത നേരിടുന്ന രാജ്യമല്ല എന്നാണ് പൊതുവെ ഇന്ത്യക്കാരുടെ ചിന്ത. അങ്ങനെയല്ല. ജിയോ സ്ട്രാറ്റജിക്കലി അതിൻ്റെ ഈ സെൻട്രൽ ഏഷ്യൻ റീജിയൻ, അതുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചൈനയുടെ പടിഞ്ഞാറൻ ഭാഗം, സിങ്ജിയാങ് പ്രൊവിൻസ്. ആ സിങ്ജിയാങ് പ്രൊവിൻസിൽ നിന്നും വരാൻ സാധ്യതയുള്ള ത്രെട്ട്, അത് പാകിസ്ഥാൻ ഭീകരരുമായി ലിങ്ക് ഉണ്ട് എങ്കിൽ ചൈനയ്ക്ക് അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ പാകിസ്ഥാനെ ഗാഠമായി പുണരാൻ ചൈന തയ്യാറാവില്ല എന്നതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ചൈന ഇപ്പോൾ വലിയൊരു യുദ്ധത്തിലാണ്, വ്യാപാര യുദ്ധത്തിലാണ്. ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധത്തിലാണ്. ചൈനയാണ് നമ്പർ 1 എനിമി. അങ്ങനെ ചൈന യുദ്ധത്തിനിടയിൽ, വ്യാപാര യുദ്ധത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഭൗതിക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ബുദ്ധിമോശമായിരിക്കും. ചൈന അമേരിക്ക ട്രേഡ് ഡെഫിസിറ്റ്, അമേരിക്കയ്ക്കുള്ള ട്രേഡ് ഡെഫിസിറ്റ് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിലയ്ക്കുമ്പോൾ ഇന്ത്യയുടെ മധ്യവർഗം ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കുറെയെങ്കിലും സന്നദ്ധമാകും. അതുകൊണ്ട് ഇന്ത്യയുടെ ജനങ്ങളെ പൂർണ്ണമായും ചൈനയെ വെറുപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങാൻ ചൈനയുടെ വ്യവസായ സന്തരീക്ഷം അനുവദിക്കില്ല. ചൈനയുടെ രാഷ്ട്രീയ നേതൃത്വവും നിലനിൽക്കുന്നത് കമ്മ്യൂണിസം ഒക്കെയാണ്, ശരിയാണ്. പക്ഷേ അവിടെ ജനങ്ങൾക്കൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് ചൈനീസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ നിലനിൽക്കുന്നത്. റഷ്യ നോക്കൂ, തകർന്നു പോയത് എന്തുകൊണ്ടാണ്? സോവിയറ്റ് യൂണിയൻ തകർന്നതുകൊണ്ടാണ്. അവിടെ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായതുകൊണ്ടാണ്. അപ്പൊ ചൈനീസ് ജനജീവിതം ദുസ്സഹമാകുകയാണെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം സോവിയറ്റ് യൂണിയൻ തകർന്നതുപോലെ തകരാൻ ചൈന ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഒരു യുദ്ധത്തിൽ ചെന്ന് ചാടാൻ ഒരു സാധ്യതയും കാണുന്നില്ല ആ ഒരു ട്രേഡ് ഇത് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ത്യ മാറ്റേഴ്സ് മോർ ഇക്കണോമിക്കലി എന്ന ചൈനയുടെ ഒരു ചിന്ത. അതുകൊണ്ട് 2020 തുടങ്ങിയ ഒരു അതിർത്തി, ഗൽവാൻ മുതലായ സംഘർഷം, ലഡാക്കിൽ തുടങ്ങിയ സംഘർഷം കഴിഞ്ഞ വർഷം 2024 ഏതാണ്ട് രമ്യമായി പരിഹരിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി പഴയ മുറിവുകൾ റീഓപ്പൺ ചെയ്യാൻ ചൈന തയ്യാറാകുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. അത് മാത്രമല്ല, ചൈനയുടെ ഏറ്റവും വലിയ ശ്രദ്ധ അവിടെ ഒന്നുമല്ല പാകിസ്ഥാൻ അഫ്പാക് മേഖലയോ ഇന്ത്യ ഒന്നുമല്ല, തൈവാനെ എങ്ങനെയും ചൈനയുടെ കയ്യിലാക്കുക. അത് സാധ്യമാകണമെങ്കിൽ അനാവശ്യമായ മറ്റ് യുദ്ധങ്ങളിലേക്ക് ചൈന ഇപ്പോൾ വലിച്ചിഴക്കപ്പെട്ടാൽ തൈവാൻ ഫോക്കസ് നഷ്ടപ്പെടും. അത് മാത്രമല്ല, തൈവാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു യുദ്ധത്തിലേക്ക് ഇടപെട്ടാൽ
അവസാനം തൈവാന്റെ മേലുള്ള ഒരു ക്ലെയിമും അവസാനം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കില്ല എന്നതുകൊണ്ട് ഇപ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുത്താൻ ചൈന തയ്യാറാവും എന്ന് എനിക്ക് കരുതാനാവില്ല. അതുകൊണ്ട് പാകിസ്ഥാനെ ചൈന ധാർമ്മികമായി സഹായിച്ചുകൊണ്ടിരിക്കും, ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയെ ബലഹീനമാക്കാൻ വേണ്ടി ഒരു മൈൻഡ് ഗെയിമിൽ ചൈന ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഭൗതികമായ യുദ്ധത്തിൽ ചൈന വരില്ല എന്ന് തന്നെയാണ്. പക്ഷേ താത്വികമായി പറഞ്ഞാൽ ഒരു ബെയ്ജിംഗ്, ഇസ്ലാമാബാദ് ആൻഡ് ധാക്ക ആക്സിസ് രൂപപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ത്രികോണ ആകൃതിയിലാണ്. ഇന്ത്യയുടെ ചുറ്റുപാട് വടക്കുള്ള ചൈന, പടിഞ്ഞാറുള്ള പാകിസ്ഥാൻ, കിഴക്കുള്ള ബംഗ്ലാദേശ്. അങ്ങനെ വന്നാൽ ഇന്ത്യക്കത് അലോസരമുണ്ടാക്കും എന്നത് കൃത്യമാണ്. അതുകൊണ്ട് ഇന്ത്യ ഹാസ് ടു സെക്യൂർ ഇറ്റ്സ് ബോർഡേഴ്സ്. ഇന്ത്യ ജാഗ്രതയോടെ നിൽക്കേണ്ട സമയമാണ്. നേരിട്ടുള്ള യുദ്ധമല്ല, മറിച്ച് മറ്റു ചില സംഘർഷങ്ങളിലേക്ക്, വടക്ക് കിഴക്കൻ മേഖലയിലെ സംഘർഷങ്ങളിലെ ആളിക്കത്തിക്കാൻ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ആളിക്കത്തിക്കാൻ ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും ചില നിലപാടുകൾ സഹായിക്കുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തരമായ പ്രശ്നമുണ്ടാക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുമെന്നല്ലാതെ ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി, ഇന്ത്യ നൽകാൻ പോകുന്ന തിരിച്ചടിയിൽ ബംഗ്ലാദേശോ ചൈനയോ നേരിട്ട് പങ്കെടുക്കുമെന്ന് എനിക്ക് കരുതാനാവില്ല.